നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള മുന്നണിയാണ് LDF എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് ആവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനം പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിപക്ഷം നിന്നത് കേന്ദ്രത്തിനൊപ്പമെന്നും മുഖ്യമന്ത്രി. ജില്ലയിലെ കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൾ കർഷകർ. തൃശൂർ നടുവിലാലിലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരം ശുചിയാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ പരിഷ്കരിച്ചു. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയുമായി വർദ്ധിപ്പിച്ചു. പുതുക്കാട് ഫ്ലോർ മില്ലിലും വാണിയമ്പാറയിലെ ടീ ഷോപ്പിലും അഗ്നിബാധ. മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി അടച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളിയിലെ വികാരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഫാദർ ലിയോ പുത്തൂരാണ് മരിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള മുന്നണിയാണ് LDF എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് LDF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോവിഡിന് മുന്നിൽ കേരളം മുട്ടുകുത്തിയില്ല. എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ ഒരുക്കിയിരുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം രാജ്യത്തിന് മാതൃകയാണെന്നും വിദ്യാഭ്യാസ മേഖലയെ LDF സർക്കാർ കൈപിടിച്ചുയർത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ LDF കൺവീനർ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, K രാധാകൃഷ്ണൻ MP, MLA മാർ, LDF ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ 4 വർഷം തികക്കുന്നു. അതിൻ്റെ ഭാഗമായി സാഹചര്യം അങ്ങേയറ്റം പ്രത്യേകതയുള്ള ഒരു ഘട്ടമായപ്പോൾ ഈ പരിപാടികൾ തൽക്കാലം മാറ്റിവെക്കേണ്ടി വന്നു. കേരളത്തിന് അവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്നും നമ്മുടെ നാടിന്റെ വികസനത്തിന് കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷം അതിനെ എതിർത്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ ആമുഖ പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എല്ലാ മേഖലയിലും നല്ല നിലയ്ക്കുള്ള പുരോഗതി നേടി. അതിനുള്ള പിന്തുണ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ആപത് ഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ല. കേരളത്തിന്റെ വികസനം ഉറപ്പാക്കുന്നതിൽ സർക്കാരിനൊപ്പം പൂർണ്ണമായും സഹകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവം നേർവിപരീതമായിരുന്നു. പ്രളയവും കോവിഡുമടക്കം നമ്മുടെ നാട് മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിച്ചപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും നമുക്ക് ലഭ്യമാക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മെ സഹായിക്കാൻ തയ്യാറായി ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും അതിനെയും തടയുകയും ചെയ്തുവെന്നും ആ പ്രതിസന്ധികളെയെല്ലാം നാം ഇച്ഛാശക്തിയോടെ നേരിട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, നമ്മുടെ നാടിന് തന്നെ മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് ഒന്നിനു പുറകെ ഒന്നായി നേരിടേണ്ടി വന്നത്. നിപ്പയും ഓഖിയും 2018 മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് ശ്വാസം കഴിക്കാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി. ഇത്രയെല്ലാം ഒന്നിച്ച് നേരിടേണ്ടി വന്നാൽ നമ്മുടേതുപോലൊരു നാടിന് തകരുന്നതിന് മറ്റൊന്നും വേണ്ടതില്ല. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായപ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ലെന്നും അവർ കേന്ദ്ര ഗവൺമെന്റിനൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയാണ്. 2026 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് നാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറും. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദങ്ങളുടെ അന്തരീക്ഷം നാട്ടിൽ വളർന്നു വരുന്നുവെന്നും നമ്മുടെ നാട് ഇനിയും മുന്നോട്ടു പോകണമെന്നും
നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളെ കേൾക്കാൻ മനസ്സുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റെന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും രാജൻ പറഞ്ഞു. മന്ത്രി ആർ ബിന്ദു, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൊഴിൽ സെക്രട്ടറി കെ വാസുകി തുടങ്ങിയവരും വ്യത്യസ്ത മേഖലയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500ഓളം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. നെല്ല് സംഭരണത്തിൽ നിലവിലുള്ള പ്രോത്സാഹന തുക 2021 മുതൽ വെട്ടിക്കുറച്ച കേരള സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും വെട്ടിക്കുറച്ച പ്രോത്സാഹന തുക പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടും കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നെല്ല് സംഭരണത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കുവാനും തീരുമാനിച്ചു. ഏനമാവ് റെഗുലേറ്ററിന്റെ ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്ന പണിയുടെ ടെൻഡറിൽ ചില കരാറുകാർക്ക് ഒത്താശ ചെയ്തുകൊടുത്ത് തർക്കം സുപ്രീംകോടതിയിൽ എത്തിച്ച ഇറിഗേഷൻ വകുപ്പിന്റെ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു. റീബിൽഡ് കേരളയിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിക്കുന്ന പണിയിൽ കരാർ വ്യവസ്ഥ പാലിക്കാത്ത കരാറുകാരന് സഹായം നൽകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും യോഗം വിലയിരുത്തി. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KK കൊച്ചു മുഹമ്മദ്, NS അയ്യൂബ്, ഗോപി കൊളങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നഗരം ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിക്കുന്ന നടപടികളുമായി കോർപ്പറേഷൻ അധികൃതർ മുന്നോട്ടു പോകുമ്പോഴും നഗരഹൃദയത്തിലെ നടുവിലാലിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നു. തൃശൂർ നടുവിലാലിലുള്ള തൃശൂർ കോർപ്പറേഷൻ വക ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ ദുർഗതി. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിനായി നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നാളിതുവരെയായി ഒരൊറ്റ വാഹനം പോലും ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള അഴുക്കും വാഷ്റൂമിൽ നിന്നടക്കമുള്ള മലിനജലവും ചപ്പുചവറുകളും നിറഞ്ഞ് ഇവിടം കൊതുകുകളുടെയും പുഴുക്കളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അസഹ്യമായ ദുർഗന്ധം മൂലം വ്യാപാരികൾക്ക് മാത്രമല്ല ഇതുവഴി കടന്നു പോകുന്നവർക്കും വലിയ ദുരിതമാണ് അനുഭവപ്പെടുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ സെന്റർ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇന്നുവരെ ഒരൊറ്റ കാർ പോലും അവിടെ പാർക്ക് ചെയ്തിട്ടില്ല. കാരണം വണ്ടി താഴേക്ക് ഇറങ്ങാനും പറ്റില്ല, കയറ്റാനും പറ്റില്ല. പിന്നെ അവിടെ കേസ് വരെ നിൽക്കുന്നുണ്ട്. ഈ വഴിക്ക് നടക്കാൻ പറ്റില്ല. ഈ കാർ പാർക്കിംഗ് എന്ന സ്ഥലത്ത് അതിനടിയിലൂടെയാണ് ഡ്രെയിനേജ് പോകുന്നത്. അത് ബ്ലോക്കായി അവിടെ നിറയെ മലമൂത്രം വന്ന് നിറഞ്ഞെടുക്കുകയാണ്. ഇവിടുത്തെ സെപ്റ്റിക് ടാങ്കിലെയും യൂറിനലിലെയും പിന്നെ മുകളിലെ ഹോട്ടലിലെയും നാട്ടിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വേസ്റ്റും ഒരു തുള്ളി പോലും പുറത്തു പോകാതെ മുഴുവൻ ഈ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിൽ കെട്ടിക്കിടക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സും പരിസരവും വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കോർപ്പറേഷൻ കൌൺസിലറും ഹിന്ദ് മസ്ദൂർ സഭ ജില്ലാ പ്രസിഡന്റുമായ PO അബ്ദുൾ മുത്തലിഫ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും ഇനിയും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും അബ്ദുൾ മുത്തലിഫ് പറയുന്നു. ഒരുപാട് ആളുകൾ പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഹെൽത്തിൽ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവരോട് വന്നിട്ട് ഇവിടെ പൂന്തോട്ടം പണിയുടെ കാര്യം മാത്രം പറഞ്ഞു പോയി. അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാർ പറഞ്ഞു ഇവിടെ എന്നെ ഒരു വിഷയമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഉടനെ ശരിയാക്കുന്നു പറഞ്ഞു. ഇതൊരു ശരിയായില്ല. ഞാൻ നേരിട്ട് സെക്രട്ടറി കണ്ട് പരാതി കൊടുത്ത് ഹെൽത്തിലെ 3-4 ദിവസം വരെ വീണ്ടും ഇവിടെ വന്നു പറയണം. നോക്കി പോകാന്നല്ലാതെ പണി നടക്കുന്നില്ല. ഈ നഗരഹൃദയത്തിൽ ഇതുപോലെ വൃത്തിയായിട്ട് കിടക്കുന്ന ക്ലീൻ സിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണക്കാർ ഇത് കാണണ്ടല്ലേ? തൃശ്ശൂർ കോർപ്പറേഷൻ്റെ റൗണ്ടിലുള്ള മുഴുവൻ ബിൽഡിങ്ങിൻ്റെ സ്ഥിതി തന്നെ നാറിയിട്ട് നടക്കാൻ പറ്റില്ല. കോർപ്പറേഷന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയിട്ട് കാലമേറെ ആയതിനാൽ ഇപ്പോൾ വലിയ ശോചനീയമായ അവസ്ഥയിലാണ്. ക്ലീൻ സിറ്റി പരിവേഷം ലഭിക്കാനായി പൂന്തോട്ടം വെച്ചുപിടിപ്പിക്കാനും മറ്റും ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ അധികൃതരും പരക്കം പായുമ്പോൾ കോർപ്പറേഷന് മൂക്കിന് താഴെ ചീഞ്ഞു നാറുന്ന സ്ഥിതിയുണ്ടായിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കാത്തത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാരോട് മാത്രമല്ല പൊതുജനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് കടക്കുന്ന ഭാഗം സ്വകാര്യ വ്യക്തി ഗേറ്റ് പിടിപ്പിച്ച് അടച്ചുകെട്ടിയ നിലയിലാണ്. കാലങ്ങളായി മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം കെട്ടിടത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയവും സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരമായി ഇവിടെ വൃത്തിയാക്കി ദുർഗന്ധത്തിൽ നിന്നും മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും ജനങ്ങൾക്ക് മോചനം നൽകണമെന്നും അണ്ടർഗ്രൗണ്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും വിധം അടിയന്തരമായി നടപടികൾ ഉണ്ടാകണമെന്നുമാണ് വ്യാപാരികളുടെയും പൊതുജനത്തിന്റെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള നിരക്കുകൾ പരിഷ്കരിച്ചു. പടിഞ്ഞാറേ കവാടത്തിൽ പുതിയ നിരക്കുകൾ മെയ് ആദ്യവാരത്തിൽ നിലവിൽ വന്നു. കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടത്തിലെ പുതുക്കിയ പാർക്കിംഗ് നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു. GST അടക്കമാണ് ഈ നിരക്കുകൾ. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയുമായിരിക്കും. പ്രതിമാസ പാർക്കിംഗ് പാസ് ഉള്ളവർ തുടർച്ചയായി 72 മണിക്കൂറിൽ കൂടുതൽ സമയം വാഹനം പാർക്ക് ചെയ്താൽ സാധാരണ പാർക്കിംഗ് നിരക്ക് നൽകേണ്ടതാണ്. പ്രീമിയം പാർക്കിംഗ് നിരക്ക് 2 മണിക്കൂർ വരെ ഇരുചക്ര വാഹനത്തിന് 15 രൂപയും 4 ചക്ര വാഹനത്തിന് 40 രൂപയുമാണ്. തുടർന്ന് വരുന്ന ഓരോ മണിക്കൂറിലും അതിൽ കുറവ് വരുന്ന സമയത്തിനും യഥാക്രമം 15, 30 രൂപ വീതം നൽകണം. പുതുക്കാട് ഫ്ലോർ മിൽ കത്തിനശിച്ചു. പുതുക്കാട് സ്വദേശി താഴത്ത് രാജന്റെ ഉടമസ്ഥയിലുള്ള റോയൽസ് ഫ്ലോർ മില്ലിലാണ് തീപിടുത്തമുണ്ടായത്. 2 നിലകളിലായുള്ള കെട്ടിടത്തിൽ തീ ആളിപ്പടർന്നു. യന്ത്രസാമഗ്രികളും മില്ലിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. മില്ലിന്റെ പുറകുവശത്ത് വെച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. സമീപത്തെ വീട്ടുകാരാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TG ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് 1.5 മണിക്കൂർ പ്രയത്നിച്ചാണ് തീയണച്ചത്. വണിയമ്പാറയിൽ കടയിൽ അഗ്നിബാധ. ഹാപ്പി ചിപ്സ് എന്ന ടീ ഷോപ്പിലാണ് തീപിടിച്ചത്. രാവിലെ 10:30 സംഭവം. പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന വെയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ ഫയർ യൂണിറ്റാണ് തീയണച്ചത്. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നുമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിരുന്നത്. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ചാലക്കുടി ഭാഗത്തേക്ക് യാത്രക്കാർ കാത്തുനിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെട്രോൾ പമ്പിന് അപ്പുറത്തേക്ക് താൽക്കാലികമായി മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. ആമ്പല്ലൂർ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്ത് നിലവിലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആളുകൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് മൂലം മറ്റു വാഹനങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സൗകര്യപ്രദമായിട്ടുള്ള കുറച്ചുകൂടി വീതിയുള്ള സർവീസ് റോഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. ഭാരതിൻ്റെ പമ്പ് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു 2.5 മീറ്റർ വീതിയിൽ ഒരു 6-7 മീറ്റർ ലെങ്ത്തിൽ ടെമ്പററി ഷെഡ് ഉണ്ടാക്കാനാണ് ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഹൈവേയുടെ പണിക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിനകം താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാമെന്ന് ദേശീയപാത പ്രതിനിധികൾ അറിയിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി അടച്ചുകെട്ടി അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ആമ്പല്ലൂരിൽ സർവീസ് റോഡ് വഴി പരിമിതമായ വീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഇതിനിടയിൽ ബസ്സുകൾ തിരക്കിനിടയിൽ നിർത്തുന്നത് വലിയ ഗതാഗതക്കുരുക്കാണ് വരുത്തിയിരിക്കുന്നത്. ഇതൊഴിവാക്കിയുള്ള പരീക്ഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തൃശൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ആമ്പല്ലൂർ ഹോട്ടലിന് മുൻപിലായി സർവീസ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് സുഗമമായി പ്രവേശിക്കാൻ ദേശീയപാതയ്ക്കും സർവീസ് റോഡിനുമിടയിൽ ടാർ ചെയ്യാനും നിർദ്ദേശിച്ചു. ആമ്പല്ലൂർ ജംഗ്ഷന് സമീപം സർവീസ് റോഡും ദേശീയപാതയും ചേരുന്ന യു-ടേണിനോട് ചേർന്ന് ടാറിംഗ് നടത്തുവാനും ഡിവൈഡർ ഏതാനും മീറ്റർ നീക്കം ചെയ്യുവാനും തീരുമാനിച്ചു. ജംഗ്ഷനോട് ചേർന്ന് ഡ്രെയിനേജിന്റെ സ്ലാബ് പ്ലാസ്റ്റിക് വെച്ച് അടച്ച ഭാഗത്ത് ഗ്രിൽ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ചേരി സ്വദേശിയായ 34 വയസ്സുള്ള ഫാദർ ലിയോ പുത്തൂരാണ് മരിച്ചത്. പള്ളിയിലെ വികാരിയുടെ കിടപ്പുമുറിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പള്ളിമണി അടിക്കുന്നതിനായി കപ്പ്യാർ അച്ഛനെ അന്വേഷിക്കുകയായിരുന്നു. കാണാത്തതിനെ തുടർന്ന് കൈക്കാരനെ വിവരം അറിയിക്കുകയും പള്ളിയോട് ചേർന്നുള്ള വികാരി അച്ഛന്റെ കിടപ്പുമുറിയിലേക്ക് ജനലിലൂടെ കൈക്കാരൻ നോക്കിയപ്പോൾ അച്ഛൻ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതായി കാണുകയുമായിരുന്നു. വിവരമറിഞ്ഞ് ഇടവകക്കാരും നാട്ടുകാരും പള്ളിയിൽ തടിച്ചുകൂടി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷിയാളൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പെരിഞ്ചേരി പുത്തൂർ വീട്ടിൽ ഡേവിസ് ലിസി ദമ്പതികളുടെ മകനാണ്. 6 വർഷം മുൻപാണ് ഫാദർ ലിയോ പുത്തൂർ വൈദിക പട്ടം സ്വീകരിച്ചത്. ആദ്യമായി വികാരിയച്ഛനായി എരുമപ്പെട്ടി പതിയാരം പള്ളിയിലാണ് എത്തുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതിയാണ് പതിയാരം പള്ളിയിൽ വികാരിയച്ഛനായി ചാർജ് എടുത്തത്. സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്ന് പറയുന്നു. കടുത്ത പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അലട്ടിയിരുന്നതായും പറയുന്നുണ്ട്.
സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണൻ ഗവായ് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിച്ച ഒഴിവിലേക്കാണ് ജസ്റ്റിസ് BR ഗവായ് ചുമതലയേൽക്കുന്നത്. നവംബർ 21 വരെ ജസ്റ്റിസ് BR ഗവായ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ തുടരും. പഴയന്നൂർ അത്താണിപ്പറമ്പിൽ ലോറിയിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. അത്താണിപ്പറമ്പ് സ്വദേശി സുകുമാരൻ മകൻ 17 വയസ്സുള്ള വിജയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിൽ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ബുധനാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് സ്ത്രീകളോട് തരിമ്പും അനുകമ്പയോ ദയയോ ഇല്ലെന്നതിന് തെളിവാണ് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനമെന്ന് JB മേത്തർ MP പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മുളകുന്നത്താവ് പഞ്ചായത്തിന് ഓഫീസിന് സമീപം നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അവർ. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് JC സാജൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, മുൻ MP രമ്യ ഹരിദാസ്, ജില്ലാ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി. സ്വാഭാവിക മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. 35 വയസ്സുള്ള ആനയാണ് ചെരിഞ്ഞത്. 12 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊമ്പ് നഷ്ടപ്പെട്ട ആനയാണിതെന്ന് വാഴച്ചാൽ DFO പറഞ്ഞു. കൊടകരയിൽ കുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊടകര പുത്തുക്കാവ് കാര്യാട്ട് വീട്ടിൽ സ്മിത്തിനെയാണ് പോക്സോ നിയമപ്രകാരം കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അലുമിനിയം ഫാബ്രിക്കേഷൻ പണിക്കായി കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് പ്രതി ലൈംഗിക അതിക്രമത്തിന് ഇടയുണ്ടാക്കിയത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ കാവലൂർ പച്ചളിപ്പുറത്ത് കാട്ടുപന്നിക്കൂട്ടമിറങ്ങി 5 ഏക്കറോളം പടവലം കൃഷി നശിപ്പിച്ചു. കർഷകനായ കുഴുപ്പള്ളി രവിയുടെ തോട്ടത്തിലാണ് കാട്ടുപന്നികൾ ഇറങ്ങിയത്. 7 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് രവി കൃഷി ഇറക്കിയത്. വിളവെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് നേരിട്ടത്. 5 ഏക്കർ എടുത്ത് പാട്ടത്തിനടുത്ത കൃഷി ചെയ്യുന്നത് മാരകമായിട്ട് പന്നിയുടെ ശല്യാണ്. 7 ഏറെന്ന് വില, ഇപ്പൊ വില കൂടിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ചെലവുള്ളതാ. 600ഓളം വരുന്ന പടവലത്തിന്റെ കടഭാഗത്തെ മണ്ണ് കുത്തിയിട്ട് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം മുതൽ പടവലത്തിന് വില കൂടിയതോടെ തോട്ടത്തിൽ വിളവെടുക്കാനെത്തിയപ്പോഴാണ് കൃഷി നശിച്ച നിലയിൽ കണ്ടത്. പ്രദേശത്തെ ഉപയോഗശൂന്യമായ പറമ്പുകൾ കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രമായതായി കർഷകർ പറയുന്നു. കർഷകന് നേരിട്ട നഷ്ടം നികത്താൻ പഞ്ചായത്തും കൃഷിഭവനും ഇടപെടണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഈ വേനൽക്കാലത്ത് വളരെ വെള്ളത്തിന് ക്ഷാമം നിൽക്കുന്ന സമയത്താണ് 7ഓളം ഏക്കറ പാടശേഖരം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്നത്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ നിരവധി കാട്ടുപന്നികൾ വംശ വർധനവ് വരുത്തി അത് ഇവിടെ വന്ന് കയറി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരു 10-700ഓളം കടകൾ വ്യാപകമായി കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സാമ്പത്തിക സഹായം ചെയ്യണമെന്നും കൂടാതെ നമ്മൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൂടുതൽ ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടത്തണമെന്ന് കർഷക കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് കഷ്ടപ്പെട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഒറ്റ രാത്രിയിൽ കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗം കൃഷിയും നശിപ്പിച്ചതോടെ കർഷകൻ കടക്കണിയിലായ അവസ്ഥയാണ്. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. പഞ്ചായത്തിന്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ പലതവണ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൂടുതൽ ഷൂട്ടർമാരെ നിയോഗിച്ച് മേഖലയിലെ എല്ലാ കാട്ടുപന്നികളെയും വെടിവെച്ചു കൊന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക കൂട്ടായ്മ ഭാരവാഹികളായ PR ഡേവിസ്, PD ആന്റോ, രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു. TCB ന്യൂസ്, പുതുക്കാട്. കൂടൽമാണിക്യം തിരുവുത്സവത്തിന്റെ 6ാം ഉത്സവം ആഘോഷിച്ചു. 17 ഗജവീരന്മാർ അണിനിരന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ബാസ്റ്റ്യൻ വിനയസുന്ദർ സംഗമേശന്റെ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരുടെ പ്രമാണത്തിൽ മേളം അരങ്ങേറി. ഉത്സവം അവസാന നാളുകളിലേക്ക് കടന്നതോടെ ക്ഷേത്രോത്സവത്തിന് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്രോത്സവത്തിന്റെ അവസാന വിളക്കാഘോഷമായ വലിയ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. എഴുത്തുകാരി സീന മൻസൂറിന്റെ ഹൃദയമേ നീ എന്നോട് മന്ത്രിക്കുന്നത് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പുസ്തകം പ്രകാശനം നിർവഹിച്ചു. ചെറുകഥാകൃത്ത് KS സലി പുസ്തകം ഏറ്റുവാങ്ങി.
കവി PN ഗോപികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MK രാമചന്ദ്രൻ, PS ഇക്ബാൽ, അനീഷ്, ഹാറൂൺ റഷീദ്, ഗ്രന്ഥകർത്താവ് സീന മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. മർച്ചന്റ് നേവിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും രക്ഷിതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി തൃശൂർ മാഡം ക്യൂറി എൻട്രൻസ് അക്കാദമിയും കൊച്ചി യൂറോടെക് മാരിടൈം അക്കാദമിയും ചേർന്ന് തൃശൂർ ടൗൺ ഹാളിൽ മർച്ചന്റ് നേവിയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. യൂറോടെക് മാരിടൈം അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബാബു ജോസഫ്, ഡീൻ ക്യാപ്റ്റൻ ഹരിദാസ്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ വസന്തകുമാരി, എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി ഡായി P വർഗീസ്, മാഡം ക്യൂറി അക്കാദമി ഡയറക്ടർമാരായ KA ടോണി, MR ശരത് കൃഷ്ണൻ, പ്രൊഫസർ ഫ്രാൻസിസ് ജോസഫ് എന്നിവർ സെമിനാർ നയിച്ചു. ഒരു മർച്ചന്റ് നേവി ഓഫീസർ ആകുന്നതിനുള്ള കോഴ്സായ DNS പഠിക്കുന്നതിന് കേരളത്തിലാകെയുള്ള 40 സീറ്റുകൾ യൂറോടെക് അക്കാദമിയിലാണുള്ളത്. ആ 40 സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രഥമ പരിഗണന തൃശൂർ മാഡം ക്യൂറി അക്കാദമിയിൽ എൻട്രൻസ് കോച്ചിംഗ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് നൽകുകയെന്ന് യൂറോടെക് അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബാബു ജോസഫ് വ്യക്തമാക്കി. തൃശൂർ കഥകളി ക്ലബിന്റെ 60ാം വാർഷിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഥകളി ക്ലബ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യുവ ഗായിക പുരസ്കാരം നേടിയ ജിഷ്ണു ഒരുപ്പിലാശ്ശേരിയെ ഡോക്ടർ TV മോഹൻദാസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. KLE രാമചന്ദ്രൻ, T കൃഷ്ണൻകുട്ടി മേനോൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. കഥകളി ക്ലബ് സെക്രട്ടറി പ്രശാന്ത് G മേനോൻ, നെടുമ്പള്ളി രാമോഹൻ, നന്ദകുമാർ ആലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കഥകളി അരങ്ങേറി. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഭാഗമായുള്ള ഭൂഗർഭ ടണലിന് സമീപം കനാൽ ബണ്ട് ഇടിഞ്ഞ് വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടത് അപകട ഭീഷണിയായി. 10ാം വാർഡിലുള്ള മോനോടി പ്രദേശത്താണ് കനാൽ ബണ്ടിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്കു കീഴിലെ വലതുകര മെയിൻ കനാലിൽ നിന്ന് പുറപ്പെടുന്നതാണ് മറ്റത്തൂർ ബ്രാഞ്ച് കനാൽ. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചോങ്കുളത്തിൽ അവസാനിക്കുന്ന മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് 19 കിലോമീറ്ററോളം നീളമുണ്ട്. 1956-ലാണ് കനാൽ നിർമ്മിക്കപ്പെട്ടത്. കോടശ്ശേരി മലയുടെ താഴ്വാരത്തുകൂടി ഒഴുകുന്ന കനാലിലേക്ക് മഴക്കാലത്ത് മലയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മണ്ണും ചെളിയും പതിക്കാതിരിക്കാൻ പല ഭാഗങ്ങളിലായി ഭൂഗർഭ ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മലയിൽ നിന്നുള്ള വെള്ളം കനാലിന്റെ അടിയിലൂടെ ഒഴുകി വെള്ളിക്കുളം വലിയ തോട്ടിൽ ചെന്നു ചേരുന്ന വിധത്തിലാണ് ഈ ടണലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. മോനോടിയിൽ നിർമ്മിച്ചിട്ടുള്ള ടണലിനു സമീപത്താണ് കനാലിന്റെ ഇരുബണ്ടുകളിലുമായി മണ്ണിടിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. കനാലിൽ പൂർണ്ണതോതിൽ വെള്ളം തുറന്നുവിടുമ്പോൾ ബണ്ടിൽ രൂപപ്പെട്ടിട്ടുള്ള വിള്ളലുകൾ വഴി വെള്ളം ചോർന്നൊഴുകി ഭൂഗർഭ ടണലിൽ എത്തുകയാണ്. ഇതുമൂലം മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുക്കേണ്ട അണ്ടർ ടണലിലൂടെ കൊടിയ വേനലിലും കനാൽ വെള്ളം ഒഴുകി നഷ്ടപ്പെടുകയാണ്. കനാൽ വെള്ളം നഷ്ടമാകുന്നതിലുപരി മണ്ണിടിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത് ബണ്ട് റോഡിലൂടെയുള്ള യാത്രാപകടം നിറഞ്ഞതാകുന്നു. ഇവിടുത്തെ ഈ UT വളരെ അപകടാവസ്ഥയിലാണ്. ഇതിലെ കുട്ടികൾ നടന്നു പോയാലോ അല്ലെങ്കിൽ ഒരു ബൈക്ക് കൊണ്ടുപോയാലോ 2 സൈഡ് ബണ്ടും ഇടിഞ്ഞു പോയി എപ്പോഴെങ്കിലും അതിലേക്ക് ആളുകൾ പോകാവുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ഭാരവാഹനങ്ങൾ ഇതുവഴി വന്നാൽ ബണ്ടിടിഞ്ഞ് കനാലിലേക്ക് മറിയാൻ സാധ്യതയുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു. അപകട സൂചന നൽകാനായി ബണ്ടിടിഞ്ഞ ഭാഗത്ത് ചുവന്ന തുണി നാട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. അപകടം സംഭവിക്കുന്നതിന് മുൻപ് കനാൽ ബണ്ടിന്റെ ദുർബലാവസ്ഥയും വെള്ളം ചോർന്നൊഴുകുന്നതും പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. TCV കൊടകര. ആശാവർക്കർമാരോട് സംസാരിക്കാൻ നേരമില്ലാത്ത മുഖ്യമന്ത്രി തൃശൂരിലെ പൗരപ്രമുഖരോട് സംസാരിക്കാൻ നേരം കണ്ടെത്തുമ്പോൾ സർക്കാരിന്റെ കപടമുഖം പുറത്തുവരികയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സർക്കാരിന്റെ 4ാം വർഷത്തിൽ തൃശൂരിന്റേതായി കാര്യമായി ഒന്നും പറയാനില്ലാത്തതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും പൊള്ളയായ അവകാശവാദങ്ങളാണ് ജനങ്ങൾക്ക് മുൻപിൽ നിരത്തുന്നത്. സർക്കാർ ഇപ്പോൾ നടത്തുന്നത് സാമ്പത്തിക ധൂർത്താണ്. ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ അഡ്രസ് ചെയ്തുവെന്ന് പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഹോട്ടൽ മാനേജ്മെന്റ് പരിശീലന രംഗത്ത് പ്രമുഖരായ അമലാനഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറമണി നടന്നു.
തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്ത് ഷെഫ് KS ലത 22ാമത് ആനുവൽ കോൺവക്കേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരി രഞ്ജിനി വിനോദ്, പേൾ റീജൻസി ജനറൽ മാനേജർ സുരേഷ് ബാബു, ഷെഫ് സിനീഷ് രാജ്, പാവർട്ടി നിയോ വിസ്റ്റം കോളേജ് മാനേജിംഗ് ഡയറക്ടർ KM മെഹറൂഫ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ സുധ ശിവദാസ്, വൈസ് പ്രിൻസിപ്പൽ രജീഷ് ധർമ്മരാജൻ, ഷെഫ് ജോയ് ജോസഫ്, ഫാക്കൽറ്റികളായ സജീഷ് വിജോ ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് 22 വർഷം പൂർത്തിയാക്കിയതും MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ അംഗീകൃത സ്ഥാപനവുമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസിൽ ജോലിയോടുകൂടി പഠിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. SSLC +2 യോഗ്യതയുള്ളവർക്ക് 100% പ്ലേസ്മെന്റോടുകൂടി പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ക്രൂയിസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് തുടങ്ങി വിവിധ തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരവും പരിശീലന ശേഷം 100% പ്ലേസ്മെന്റ് സൗകര്യവും വിദേശ രാജ്യങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9526855319 9747800264. പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീതോത്സവം തുടരുന്നു. പ്രശസ്ത സംഗീതജ്ഞരും ദമ്പതികളുമായ തിരുവനന്തപുരം K. കൃഷ്ണകുമാറും ബിന്നി കൃഷ്ണകുമാറും അവതരിപ്പിച്ച സംഗീത കച്ചേരി ആകർഷകമായി. വയലിനിൽ ബിജു S. ആനന്ദും, മൃദംഗത്തിൽ ചേർത്തല കൃഷ്ണകുമാറും, ഘടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും പക്കമേളമൊരുക്കി. വ്യാഴാഴ്ച വൈകിട്ട് 6:30 പത്മശ്രീ സംഗീത കലാനിധി A. കന്യാകുമാരിയും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ സംഗീത കച്ചേരി അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് വസന്തോത്സവം സമാപിക്കും. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത മുരിങ്ങൂർ ഭാഗത്ത് കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. മുരിങ്ങൂർ സാൻജോ നഗറിലെ വിധേയത്തിൽ സാജുവാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇയാളുടെ 3 വാരിയലുകൾക്ക് പൊട്ടലുകളുണ്ട്. ഡിവൈൻ നഗർ മേൽപ്പാലത്തിൽ നിന്നും സാജു സ്കൂട്ടറിൽ പോകുന്നതിനിടെ സർവീസ് റോഡിലേക്ക് പോലീസ് തിരിച്ചുവിട്ട കാറാണ് അപകടത്തിനിടയാക്കിയത്. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,362 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള മുന്നണിയാണ് LDF എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് ആവശ്യഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനം പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രതിപക്ഷം നിന്നത് കേന്ദ്രത്തിനൊപ്പമെന്നും മുഖ്യമന്ത്രി. ജില്ലയിലെ കോൾ കർഷകർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കർഷകർക്ക് ലഭിക്കാനുള്ള നെല്ലിന്റെ വില ഈ മാസം 31-നുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ജൂൺ മാസം ആദ്യവാരത്തിൽ സമരം ആരംഭിക്കുമെന്ന് കോൾ കർഷകർ. തൃശൂർ നടുവിലാലിലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരം ശുചിയാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ പരിഷ്കരിച്ചു. പ്രതിമാസ പാർക്കിംഗ് നിരക്ക് സൈക്കിളിന് 200 രൂപയും ഇരുചക്ര വാഹനത്തിന് 600 രൂപയുമായി വർദ്ധിപ്പിച്ചു.
പുതുക്കാട് ഫ്ലവർ മില്ലിലും വാണിയമ്പാറയിലെ ടീ ഷോപ്പിലും അഗ്നിബാധ. മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. നിലവിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം താൽക്കാലികമായി അടച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളിയിലെ വികാരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഫാദർ ലിയോ പുത്തൂരാണ് മരിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.